മാധ്യമ പ്രവർത്തനം എന്നതിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് ഹാഷ്മിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. ഒരിക്കൽ കൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ നീ വാ, ധൈര്യമുണ്ടെങ്കിൽ വാ, ലൈവായി എന്ന് ഞാനുമായി സംവദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ വാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുള്ള തന്റെ ഇടം ശ്രീകണ്ഠൻ നായരുടെ 24 ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 24-ൽ വന്ന് ലൈവിൽ ഞാൻ ഇരിക്കും. അതിനുള്ള തന്റെ ഇടം മറ്റേതെങ്കിലും ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഷ്മി അവിടെ വന്ന് സംവദിക്കും. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ അഖിൽ മാരാർ വീണ്ടും വന്നെത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ അദ്ദേഹം ജനകീയ കോടതി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ നിലപാടിന് ചോദിച്ചില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെയധികം നിരാശനാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത്. എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പേഴ്സണലി എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാളുടെ ഒരു നിലപാടിനോടും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തുകൊണ്ട് മാറ്റുന്നു, ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സമയത്ത് എന്തുകൊണ്ടാണ് തൻ്റെ നിലപാടുകളെ മാറ്റിയെന്ന് അദ്ദേഹത്തിന് തുറന്നു പറയാൻ അവസരം കിട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ചില്ലെന്ന് മാത്രമല്ല അതെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം ഹാഷ്മിക്കെതിരെ ആരോപിക്കുന്ന ഒരു കുറ്റം. അത് ഒരു പരിധി വരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു റെക്കോർഡറായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്ത് മാനിപ്പുലേഷനും നടത്താം, അവർക്കത് എഡിറ്റ് ചെയ്ത് നീക്കാം. അവർക്ക് എന്താണ് പ്രേക്ഷകരെ കാണിക്കാനുള്ളത് അത് മാത്രം അവർക്ക് കാണിക്കാൻ അവർക്കുള്ള അവകാശമുണ്ട്. അപ്പം എന്തുകൊണ്ടും അഖിൽ മാരാർ പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം നേരിട്ട് ഹാഷ്മിയോട് പറഞ്ഞിരിക്കുകയാണ് താൻ തന്തയ്ക്ക് പിറന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല, എന്നാലും അതിൻ്റെ ധ്വനി അതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആളാണെങ്കിൽ അഖിൽ മാരാറെ വീണ്ടും ഒരു ലൈവ് സെഷനിലോട്ട് വിളിക്കുക, അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കാം. ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോൺ വെച്ച് മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എഡിറ്റർമാരുടെ നിർദ്ദേശപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു മൈക്രോഫോണും ഇല്ലാതെ നേരിട്ട് സംവദിക്കാനായിട്ട് വേണ്ടിയിട്ട് അദ്ദേഹം ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഹാഷ്മി ചലഞ്ച് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മി എനിക്കിഷ്ടമുള്ളൊരു അവതാരകനാണ്. അദ്ദേഹം ഇത് ചങ്കുരത്തോടെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 24 എന്ന് പറഞ്ഞാൽ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാനലാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകണ്ഠൻ നായർ സാർ, അദ്ദേഹം എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നു അവർ ഈ ചലഞ്ച് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റെടുത്തിട്ട് ഇവർക്ക് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ അഖിൽ മാരാറിന് എന്താണ് തുറന്ന് പറയാനുള്ളത് എന്നുള്ള അവസരം കൊടുക്കട്ടെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് നേരിട്ടറിയാലോ. അപ്പോൾ ഇതിനകത്ത് ഒരു എഡിറ്റിങ്ങും പാടില്ല, ഒന്നും പാടില്ലാതെ തന്നെ ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാനുണ്ടോ? നിങ്ങൾ ഈ ലൈവ് സെഷൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. ഏതായാലും ഐ എം ലുക്കിംഗ് ഫോർവേഡ്, ഇത് നടപ്പിലാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, നിങ്ങളിത് ഏറ്റെടുക്കണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, താങ്കളും കേട്ട് കാണുമല്ലോ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കണം. ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കണം. എല്ലാവരും കേൾക്കട്ടെന്നേ. അദ്ദേഹം പറയാനുള്ള നിലപാട് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കട്ടെ. ഇനി നമുക്ക് പുതിയൊരു നിലപാട് കിട്ടിയാലോ. അദ്ദേഹം കാലാകാലങ്ങളിൽ നിലപാടുകൾ മാറ്റി വരുന്ന വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഈ ലൈവ് സെഷനിൽ പുള്ളിക്കാരൻ ഒരു പുതിയ നിലപാട് വന്നെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയുള്ള സുഹൃത്തുക്കളെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മജി, സൈനിങ് ഓഫ്. ബൈ. ഐ എം ക്രിസ് സ്റ്റുഡിയോ.